ഫിഫ വേൾഡ് കപ്പ് 2026 ജൂൺ 11 മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ലോകം മുഴുവനുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ്. 39 ദിവസമായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 48 ടീമുകളുണ്ട്, 104 മാച്ചസ് ഉണ്ട്. 3 രാജ്യങ്ങളാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്: അമേരിക്ക, മെക്സിക്കോ, കാനഡ. ജൂലൈ 19 ഇതിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആരായിരിക്കും വിജയി എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതിന്റെ യഥാർത്ഥ വിജയി ആരായിരിക്കുമെന്ന് അവലോകനം ചെയ്യുകയാണ്. ഇതിനു മുമ്പത്തെ വേൾഡ് കപ്പ് ഖത്തർ ആണ് ഹോസ്റ്റ് ചെയ്തത് 2022. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രിക്ക് എന്താണ് ബെനിഫിറ്റ്? 2 തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഒന്ന് മൊണേറ്ററി ബെനിഫിറ്റ്സ്, ഒന്ന് നോൺ മൊണേറ്ററി ബെനിഫിറ്റ്സ്. ഇതിൽ മൊണേറ്ററി ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കുമ്പോൾ ഈ പീരീഡിൽ 1 മാസ കാലയളവിൽ ധാരാളം ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഹോസ്റ്റ് കൺട്രിയിലേക്ക് വരും. അതുവഴി അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. എല്ലാ രീതിയിലും ഹോട്ടല്, റെസ്റ്റോറന്റ്, ഷോപ്പിംഗ് മാളുകൾ എല്ലാം ആക്റ്റീവ് ആകും. അങ്ങനെ കിട്ടുന്ന വരുമാനമാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു വരുമാനം. നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിയാൽ ആ രാജ്യത്തിന് ആ 1 മാസ പീരീഡിൽ കിട്ടുന്ന ലോക ശ്രദ്ധ, സോഫ്റ്റ് പവർ, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. കഴിഞ്ഞ ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഖത്തർ ചെലവാക്കിയത് $220 ബില്യൺ. അത്രയും പൈസ എന്തിനാണ് ചെലവാക്കിയതെന്ന് നോക്കിയാൽ മെയിനായിട്ട് സിറ്റികൾ ബിൽഡ് ചെയ്യാനും, ഹൈവേസ് റോഡ് ബിൽഡ് ചെയ്യാനും, സ്റ്റേഡിയംസ് ബിൽഡ് ചെയ്യാനും, എയർപോർട്ടുകൾ ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും ഹോട്ടൽ ശൃംഖലകളും ഉണ്ടാക്കാനും ഒക്കെയാണ്. അപ്പൊ ഈ പൈസ ചെലവാക്കിയത് ശരിക്കും അവര് ഒരു വിഷൻ 2030 എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ഇതിനു വേണ്ടി മാത്രമായിരുന്നില്ല, അവരുടെ രാജ്യത്തിന്റെ ഫ്യൂച്ചർ നോക്കിയിട്ട്, വികസനം നോക്കിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ആ ടൂർണമെന്റിൽ ഖത്തറിന് കിട്ടിയ ഇൻകം എന്താണെന്ന് നോക്കിയാൽ അത് $4-5 ബില്യൺ മാത്രമാണ്. ഇതൊരു അബരേഷനാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എക്സ്പെൻഡിച്ചർ 220 ബില്യൺ എന്ന് പറഞ്ഞ ഒരു അബരേഷനാണ്. അതിനു മുമ്പുള്ള ടൂർണമെന്റ് 2018 നടന്നത് റഷ്യയിലാണ്. അതിൽ ചെലവാക്കപ്പെട്ട എക്സ്പെൻസ് 11 ബില്യൺ മാത്രമായിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവാക്കേണ്ടത് മോസ്റ്റ് കൺട്രീസ് ആണ്, ഫിഫ അല്ല. ഫിഫ അതിനകത്ത് ടൂർണമെന്റ് എക്സ്പെൻസ് മാത്രമേ വഹിക്കുന്നുള്ളൂ. ഫിഫയുടെ ഇൻകം നോക്കിയാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ സൈക്കിളിൽ അത് $7.57 ബില്യൺ ആയിരുന്നു. എവിടെ നിന്നൊക്കെയാണ് ഫിഫ ഏൺ ചെയ്തതെന്ന് നോക്കാം. അതിൽ ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്ന് ഏകദേശം $3.5 ബില്യൺ, എന്നിട്ട് 45% ഇൻകം വന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൽ നിന്ന്. സ്പോൺസർഷിപ്പിൽ നിന്ന് ഏതാണ്ട് $1.79 ബില്യൺ വന്നു. ഏകദേശം 24% ഇൻകം വന്നത് സ്പോൺസർഷിപ്പിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രതീക്ഷ വരുന്നത് ടിക്കറ്റിൽ നിന്നാണ് ഇൻകം വരുന്നതെന്നാണ്. പക്ഷെ ടിക്കറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ നിന്ന് വന്ന ഇൻകം 12% മാത്രമാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇൻകം വന്നിരിക്കുന്നത്, ഈ ഫിഫയുടെ ഇൻകം വന്നിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്നും സ്പോൺസർഷിപ്പിൽ നിന്നുമാണ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വന്നിരിക്കുന്നത് ലൈസൻസിംഗ് എന്നാണ്, മെർച്ചൻഡൈസ് ലൈസൻസിങ്. അതായത് വലിയ കമ്പനികൾക്ക് ഇതിന്റെ ലോഗോ ഉപയോഗിക്കാനായിട്ട്, അവരുടെ പ്രൊഡക്ട്സിൽ ലോഗോ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്ന ലൈസൻസിങ്ങിന് ഏകദേശം 10% ഇൻകം വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. പിന്നെ മറ്റ് വരുമാനങ്ങളൊക്കെ ആയിട്ട് ഒരു 8%. ഇതാണ് കഴിഞ്ഞ ലോകകപ്പിലെ അവരുടെ ഇൻകം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ടൂർണമെന്റിൽ നിന്ന് മാത്രം ഏകദേശം $6.3 ബില്യൺ അവർ ഏൺ ചെയ്യുണ്ടായി. ഈ പൈസ എവിടേക്കാണ് ഇവർ ചെലവാക്കുന്നതെന്ന് നോക്കിയാൽ ഏകദേശം ഈ പറഞ്ഞ 7.57 ബില്യൺ ഏൺ ചെയ്തപ്പോൾ അതിൽ 6.3 ബില്യണും അവര് സ്പെൻഡ് ചെയ്തു എന്നാണ് കാണുന്നത്. അതായത് അതിന്റെ 40%, ഈ 6.3 ബില്യന്റെ 40% ചെലവാക്കിയിരിക്കുന്നത് ടൂർണമെന്റുകൾ ഹോസ്റ്റ് ചെയ്യാനും അതുമായിട്ട് റിലേറ്റഡ് ആക്ടിവിറ്റിക്കാണ് ചെലവാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു 40% 211 അസോസിയേഷൻസ് ആണുള്ളത്. ഈ അസോസിയേഷൻസിൽ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിരിക്കുന്നത് ഓഫീസ് സെറ്റപ്പിന്, ഗവർണൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ചെലവാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, $7.57 ബില്യൺ അവർ ഏൺ ചെയ്തപ്പോൾ 6.3 ബില്യൺ അവർ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത് എവിടേക്കാണ് സ്പെൻഡ് ചെയ്തതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ ടൂർണമെന്റിൽ 3 ഹോസ്റ്റ് കൺട്രീസും കൂടെ ചെലവാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഏകദേശം $13 ബില്യൺ ആയിരുന്നു. ഖത്തർ ചെലവാക്കിയത് 220 ബില്യൺ ആയിരുന്നു. അതിന് മുമ്പ് റഷ്യ ചെലവാക്കിയത് 11. ഇത്തവണ 13 ബില്യണിൽ ഒതുക്കാൻ അവർ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് വെച്ചാൽ ടൂർണമെന്റ് നടത്തുന്നത് മിക്കവാറും എല്ലാം തന്നെ എക്സിസ്റ്റിംഗ് സ്റ്റേഡിയത്തിലാണ്. അതുവഴി ചെലവ് ചുരുക്കാനായിട്ട് അവർക്ക് കഴിയും. ഫിഫ ഈ വേൾഡ് കപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ഈ ഫിനാൻഷ്യൽ സൈക്കിളിൽ പ്രതീക്ഷിക്കുന്ന തുക
11 മുതൽ 13 ബില്യൺ ഡോളർ വരെയാണ്. കഴിഞ്ഞ തവണ 32 ടീമുകളാണ് പങ്കെടുത്തെങ്കിൽ ഇത്തവണ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ 64 മാച്ചസ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 104 മാച്ചസ് ആയി. കളികളുടെ എണ്ണത്തിൽ വർധന വന്നു, മാച്ചസിന്റെ എണ്ണത്തിൽ വർധന വന്നു, തീർച്ചയായും ഇൻകത്തിലും വർധന വരും. അതായത് കഴിഞ്ഞ തവണത്തെ ഇൻകത്തിനേക്കാൾ ഏകദേശം 70% ഇൻക്രീസ്. ഇത്തവണ ഫിഫ കുറച്ച് പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ബ്രോഡ്കാസ്റ്റിംഗിൽ തന്നെ അവരൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈഡ്രേഷൻ ബ്രേക്ക്. ഓരോ ഹാഫിലും ഒരു 22 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് 3 മിനിറ്റിന്റെ 2 ഹൈഡ്രേഷൻ ബ്രേക്ക് വരുമ്പോൾ 6 മിനിറ്റ് ഓരോ കളിയിലും വരും. അപ്പൊ അതിന്റെ 104 അത്രയും അഡ്വർടൈസ്മെന്റ് ടൈം കിട്ടും. തീർച്ചയായിട്ടും അത് ബ്രോഡ്കാസ്റ്റിംഗിൽ അതിന്റെ റൈറ്റ്സിൽ പൈസ കൂടുതൽ മേടിക്കാനായിട്ട് അവർക്ക് കഴിയും. അതുപോലെ തന്നെ ടിക്കറ്റിംഗ് വളരെയധികം എമൗണ്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്ന തവണ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യത്യാസം ഡൈനാമിക് പ്രൈസിംഗ് ആണ്. ഡൈനാമിക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ടിക്കറ്റിന്റെ റേറ്റ് കൂട്ടുന്ന രീതിയിലുള്ള പ്രൈസ്. അതിനൊക്കെ കുറെ അധികം പ്രൊട്ടസ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റാണ് മെയിൻ ആയിട്ടുള്ള ഇത്തവണ വരുന്ന ഒരു ഇൻകം. സ്പോൺസർഷിപ്പ് ഇത്തവണ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് അരാംകോ, അഡിഡാസ്, കൊക്കക്കോള, വിസ, ഹുണ്ടായി പോലുള്ള വലിയ കമ്പനികളാണ് ഇത്തവണ. അതിൽ നിന്നും നല്ലൊരു ഇൻകം വരുന്നുണ്ട്. അങ്ങനെ 11 ബില്യൺ മുതൽ 13 ബില്യൺ വരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏകദേശം 3.8 ബില്യൺ ടൂർണമെന്റുകൾ നടത്താനായിട്ട് ഈ ഫിനാൻഷ്യൽ സൈക്കിളിൽ ഫിഫ ചെലവാക്കുന്നുണ്ട്. അതിൽ പ്രൈസ് മണി ആയിട്ട് ഏകദേശം 871 മില്യൺ പോകുന്നുണ്ട്. ബില്യൺ അല്ല, 871 മില്യൺ. 3.8 ബില്യൺ ചെലവാക്കുന്നതിൽ പ്രൈസ് മണി 871 മില്യൺ ആണ് വരുന്നത്. ചാമ്പ്യൻ ആവുന്ന ടീമിന് 50 മില്യണും, റണ്ണറപ്പിന് 33 മില്യണും, തേർഡ് 29 മില്യണും, ഫോർത്ത് 27 മില്യണും, 5 മുതൽ 8 വരെയുള്ളവർക്ക് 19 മില്യണും ഓരോരുത്തർക്കും, 9 മുതൽ 16 വരെയുള്ളവർക്ക് 15 മില്യണും, 17 വരെ 32 വരെയുള്ളവർക്ക് 11 മില്യണും, ബാക്കിയുള്ള എല്ലാം തന്നെ 10 മില്യണും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടീമുകൾക്കും, പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 2.5 മില്യൺ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരു 871 മില്യൺ ഇത്തവണ ചെലവാക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അപ്പൊ ഈ അവലോകനത്തിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഈ കായിക മാമാങ്കത്തില് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആര് കിരീടമുയർത്തിയാലും ഇതിലെ യഥാർത്ഥ വിജയി ഫിഫയായിരിക്കും. ഫിഫ ശരിക്കൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഓരോ ടൂർണമെന്റ് കഴിയുമ്പോഴും ഫിഫ അവരുടെ ക്യാഷ് ഫയൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫിഫയെ സംബന്ധിച്ച് ഇതൊരു ക്യാഷ് മേക്കിംഗ് മെഷീനാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജോളി പീറ്റർ, ഫിനാൻസ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ.